ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഓസ്ട്രേലിയയിൽ ഗ്രാസിൽ എങ്ങനെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ഓഫ് ഓസ്ട്രിയ ആണ് ഗ്രാറ്റ്സ്. പക്ഷേ അത്ര വലിയ സിറ്റി ഒന്നുമല്ല, എന്നാലും സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിറ്റി തന്നെയാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് ഒരു വീക്കിനുള്ളിൽ അക്കോമഡേഷൻ കണ്ടുപിടിക്കാൻ പറ്റി. ഞാൻ ഒരു സ്റ്റുഡൻറ്റ് ഹോമിലായിരുന്നു. ഇപ്പോഴും ഞാൻ സ്റ്റുഡൻറ്റ് ഹോമിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ ഞാനിപ്പോൾ സിംഗിൾ റൂംസും നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റുഡൻ്റ് ഹോം ഗ്രീൻ ബോക്സ് ആണ്. ഗ്രീൻ ബോക്സ് തന്നെ ഇവിടെ ഗ്രാസിൽ 5 ലൊക്കേഷനിലാണ് ഉള്ളത്: മിഡ്ഡേ, യൂണി, കൂൾ സിറ്റി, സെൻട്രം, വെസ്റ്റ്. നമുക്ക് ഇവരുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് റെൻറ്റിൻ്റെ പ്രൈസ് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു എങ്ങനെയായിരിക്കും ഇവിടുത്തെ റെൻറ്റിൻ്റെ വേരിയേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വെസ്റ്റിലും സെൻട്രത്തിലും സെയിം റെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു അപ്പാർട്ട്മെൻറ്റിൽ 2 സിംഗിൾ റൂംസ് ആയിട്ട് ആണ് നമുക്ക് എടുക്കാൻ താല്പര്യമെങ്കിൽ ഇതാണ് റെൻറ്റ് വരുന്നത്: €443 പെർ മന്ത്. പിന്നെ ബാക്കിയുള്ളിടത്തൊക്കെ അതൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ മിഡ്ഡേൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ 4 കാറ്റഗറീസ് ആണുള്ളത്: 1, 2, 3, 4. എനിക്ക് മിഡ്ഡേ ആണ് ഗ്രീൻ ബോക്സിൽ കുറച്ചും കൂടെ ചീപ്പറായിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഡോം എന്ന് പറയുന്നത് ഹോം ഫോർ സ്റ്റുഡൻസ് ആണ്. ഹോം ഫോർ സ്റ്റുഡൻസ് 2 ലൊക്കേഷനിലാണുള്ളത്: ലീച്ച് കസേയും നോട്രോ കസേയും. ലീച്ച് കസേ എന്ന് പറയുന്നത് കാൾ ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തായിട്ടാണുള്ളത്. നോട്രോ കസേ എന്ന് പറയുമ്പോൾ ഹോപ്ലാറ്റ്സിൻ്റെ അടുത്ത്, സിറ്റി സെൻറ്ററിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. പിന്നെ കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താൽ മതിയാവും. പിന്നെ നെക്സ്റ്റ് ഡോമാണ് വിസ്റ്റ് തന്നെ 6 ലൊക്കേഷനിലാണുള്ളത്. ഇപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തേക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് മോസർ ഓഫ് കേസ് 20-താണ്. പക്ഷേ എല്ലായിടത്തും ആ ഒരു ലൊക്കേഷൻ അനുസരിച്ചിട്ട് റെൻ്റ് വ്യത്യാസം വരും. ഗസയിലൊക്കെ ആണെങ്കിൽ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്താണ്. അവിടെ €370 ആണ് പെർ മന്ത് നമുക്ക് റെൻ്റ് കൊടുക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് ഡോം എന്ന് പറയുന്നത് ഒയാബാണ്. ഇത് ഒയാബ് ലീബി കസയാണ്. ഒയാബിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ തന്നെ സിംഗിൾ റൂം പല പല സൈസ് ആയിട്ടുണ്ട്. ലൈക്ക് കംഫർട്ട്, ലാർജ്, കംഫർട്ട്, എക്സ് ലാർജ്, അങ്ങനെ. ഒയാബ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അവിടെ ഡെപ്പോസിറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്, 1000 സംതിങ് കൊടുക്കണം. പക്ഷേ എന്നാലും നല്ല നീറ്റാണ് ഒയാബ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡോമായിരുന്നു. ഒയാബ് തന്നെ ഗ്ലാസി സ്ട്രാസയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ഗ്ലാസി സ്ട്രാസ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റീൻ്റെ പരിസരത്ത് തന്നെയാണുള്ളത്. പക്ഷേ ഇത്തിരി സെൻറ്ററിലാണെന്ന് മാത്രം. പിന്നെ നെക്സ്റ്റ് ഡോമാണ് FSSH. ഇതും യൂണിവേഴ്സിറ്റീൻ്റെ ഭാഗത്ത് തന്നെയാണുള്ളത്. ഇതിൽ 3 സെക്ഷൻസ് ആണുള്ളത്: ഈസ്റ്റ്, നോർത്ത് ആൻഡ് വെസ്റ്റ്. ഓരോ സെക്ഷൻസ് അനുസരിച്ചിട്ട് 2 വ്യത്യാസം വരും. പിന്നെ നെക്സ്റ്റ് ഡോം എന്ന് പറയുന്നത് സ്റ്റുവോ ആണ്. സ്റ്റുവോ എന്ന് പറയുന്നത് എഗൻബർഗർ ക്യൂട്ടലിലും കോഫ്ലഹർ ഗസയിലും ആണുള്ളത്. ഇത് രണ്ടും ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്താണുള്ളത്. പിന്നെ നെക്സ്റ്റ് OEAD സ്റ്റുഡൻറ്റ് ഹൗസ്. ഇത് നമ്മൾക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തും അതുപോലെ തന്നെ കാൾ ഫ്രാൻസിസ് യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തും ആണുള്ളത്. സ്റ്റൈലർ കേസയും മോസർ ഓഫ് കേസ് ആണ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്ത്. സിൻസെൻ്റ് ഓഫ് കേസേ വരുന്നത് കാൾ ഫ്രാൻസിസിൻ്റെ അടുത്താണ്. നോയ്പോ കേസേ എന്ന് പറയുന്നത് സെൻറ്ററിലാണുള്ളത്. പിന്നെ നെക്സ്റ്റ് ഡോമാണ് ഫാവോ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. ഇത് മാരിയറ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. അവിടെ നമുക്ക് സിംഗിൾ റൂംസും ഡബിൾ റൂംസും ഉണ്ട്. ദൂരെ ആയതുകൊണ്ട് ഇത്തിരി ചീപ്പറുമാണ്. നെക്സ്റ്റ് നമ്മൾക്ക് രജിസ്ട്രേഷന് ഇപ്പോൾ പറഞ്ഞ ഡോംസിനൊന്നും നമ്മൾ രജിസ്ട്രേഷൻ ഫീ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഒരു €20 രജിസ്ട്രേഷൻ ഫീ ആയിട്ട് പേ ചെയ്താൽ മാത്രമാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർക്ക് അപ്ലിക്കേഷൻ കൂടുതലാണ്. എനിക്കിതുവരെയും ഇവരുടെ നിന്ന് ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. എൻ്റെ പൈസ വെറുതെ പോയി. ഇവർ റീഫണ്ട് ചെയ്യില്ല നമുക്ക് എമൗണ്ട്. പിന്നെ ഇനി നമുക്ക് ഇത്രയാണ് ഡോംസ് വരുന്നത്. ഇനി നമുക്ക് സിംഗിൾ റൂംസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് വിൽഹാബൻ, ഇമ്മോസ്കൗട്ട്, വെഗെ കെസൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വിൽഹാബനിലും ഇമ്മോസ്കൗട്ടിലും കൂടുതലും സിംഗിൾ റൂംസ് നമുക്ക് കാണാൻ പറ്റും. വെഗെ കെസൂട്ടിൽ നമുക്ക് ഷെയർ റൂംസ് ആണ്. ഇപ്പോൾ 4 പേര് ഷെയർ ചെയ്യുന്ന റൂംസ്, അല്ലെങ്കിൽ ചീപ്പറും കിട്ടും, എക്സ്പെൻസീവ് ആയിട്ടുള്ളതുണ്ടാവും. പക്ഷേ ഇത് 3ആണ് കോമൺ ആയിട്ട് എനിക്കറിയാവുന്നത്. വേറെ ഉണ്ട്, പക്ഷേ ഇതാണ് കോമൺ ആയിട്ട് ഞാൻ എല്ലാവരും യൂസ് ചെയ്ത് കണ്ടേക്കണേ.
ഇത് കൂടാണ്ട് നമുക്ക് കുറച്ച് ഫേസ്ബുക്ക് പേജസ് ഉണ്ട്. ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പേജസൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അതിൽ അവൈലബിൾ ആയിട്ടുള്ള റൂംസൊക്കെ ആരെങ്കിലും വെക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ആ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ടൈം ലൈനിൽ. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കുറേ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ നമുക്ക് ഇതേ ഗ്രൂപ്പ്സിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനിയും ഒരുപാട് ഡോംസ് ഉണ്ട് ഇവിടെ. പക്ഷേ കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് ഡോംസാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.